2024-25 വർഷങ്ങളിൽ നിരവധി ഇമിഗ്രേഷൻ പോളിസി ചേഞ്ചുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രത്യേകിച്ചും ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവർക്ക് അത് കാര്യമായിട്ട് തന്നെ അറിയാം. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും അതേപ്പറ്റിയുള്ള അറിവുകളുണ്ട്. 2024 തന്നെ പോളിസി ചേഞ്ചുകൾ ആരംഭിച്ചു. അതിൽ പ്രധാനമായിട്ടും ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണത്തെ കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഫലം കണ്ടുവരികയാണ്. 0.9% കുറവ് ടെമ്പററി റെസിഡൻസിൽ ഇപ്പോൾ കാണുന്നുണ്ട്. 5% ടെമ്പററി റെസിഡൻസിനെ നിജപ്പെടുത്താൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികളാണ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്തു വന്നിരുന്നത്. 2025, 26, 27 വരെയുള്ള പ്ലാനുകൾ ഇപ്പോൾ റെഡിയാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എത്ര പേർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും, ഏതൊക്കെ മേഖലകളിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും എന്നതിനെപ്പറ്റി അറിയാൻ വേണ്ടി നിങ്ങൾക്ക് cic.gc.ca വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഇക്കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ഗവൺമെൻറ് ചെയ്തു വന്നത്? ഒന്ന്, തൊഴിലില്ലായ്മ. 2022-23 വർഷങ്ങളിൽ കൂടുതലായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് നിരവധി ആളുകളെ കമ്പനികൾ ഹയർ ചെയ്തു. എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ആളുകളെ പിരിച്ചുവിട്ടു. എന്നാൽ ഇമിഗ്രേഷൻ കൂടി തന്നെ നിൽക്കുകയായിരുന്നു. നിരവധി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. വന്നവർക്കൊന്നും കാര്യമായിട്ടുള്ള ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, പാർപ്പിട സൗകര്യങ്ങൾ. വീടുകളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ നിരവധി ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ആ സിസ്റ്റവും സ്ട്രെസ്ഡ് ആവും. നിരവധി ആളുകൾ ബ്രാംപ്ടണിലൊക്കെ ബേസ്മെൻറ്റുകളിലൊക്കെ 2-3 പേര് താമസിക്കേണ്ടിടത്തൊക്കെ 15 പേരൊക്കെ താമസിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ റെൻറ്റ് കൂടിപ്പോകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വീടുകളുടെ വിലയും കൂടിപ്പോകുന്നുണ്ടായിരുന്നു. നിരവധി ഇൻവെസ്റ്റേഴ്സൊക്കെ ഇവിടെ റെൻ്റലിന് വേണ്ടി തന്നെയുള്ള അപ്പാർട്ട്മെൻറ്റുകൾ പണിയുകയും അല്ലെങ്കിൽ വാങ്ങുകയും ഒക്കെ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. ആ സമയത്താണ് നിരവധി പോളിസികൾ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ആളുകളുടെ വരവ് കുറവാണ്. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ കനേഡിയൻ PR നേരിട്ട് നാട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇവിടെ വരുന്നവരുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അവരൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. ബേസ്മെൻറ്റുകളുടെ എണ്ണങ്ങളൊക്കെ ഇപ്പോഴും കുറവ് തന്നെയാണ്. അധികം ഒന്നും ഫുൾ ബേസ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ റെൻറ്റിന് കിട്ടുന്നില്ല. അതിന് കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഷെയ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷനൊക്കെയാണ് കിട്ടുന്നത് കൂടുതലും. എന്നാൽ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റെൻറ്റൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ക്രെഡിറ്റ് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്നവരൊക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. bijo@canadianskills.ca ഒരു ഇമെയിൽ അയച്ചാൽ നിങ്ങൾക്ക് PR വരുന്നവർക്ക് വീട് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾ മാർക്കറ്റ് പ്ലേസ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ് നിങ്ങൾ, അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ കിജിജി എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ് നിങ്ങൾ വീട് കണ്ടെത്തുന്നതെങ്കിൽ ഇവിടെ നേരിട്ടൊരു അന്വേഷണം നടത്തിയിട്ട് ശേഷമേ ഉള്ളൂ നിങ്ങൾ പൈസയൊക്കെ കൊടുക്കാവുള്ളൂ. അത് നോക്കുക. ഇപ്പോഴത്തെ ജോലികളുടെ എണ്ണം നോക്കിക്കഴിയുമ്പോഴേക്കും അതിലും കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15% കുറവാണ് ഈ സമയത്ത് ജോലികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൽ കൂടെയാണ് എനിക്കിത് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നമുക്കറിയാം US നിന്നുള്ള താരിഫ് ഇഷ്യൂസ് അതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ന്യൂസിൽ പറഞ്ഞൊരു കാര്യമാണ്, താരിഫ് ടോക്സ് ഒക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ കമ്പനികളുടെ ഹയറിങ്ങുകൾ കുറഞ്ഞിരിക്കുകയാണ്. ആപ്പിളും ആമസോണും പിന്നെ വലിയ കമ്പനികളൊക്കെ ഇവിടെ ഇപ്പോൾ അവരുടെ ഹയറിംഗ് പ്ലാന് പോസ് ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെയാകും എന്നറിഞ്ഞ ശേഷമുള്ള അവർ ചെയ്യുള്ളൂ. ഇനിയും താരിഫ് കൂടിയിട്ടുണ്ടെങ്കിൽ ഹൗസ് കൺസ്ട്രക്ഷൻസ് കുറയും. അതും ഒരു പ്രശ്നം തന്നെയാണ്. 4-5 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ഇമിഗ്രേഷൻ പൂർവ്വസ്ഥിതിയിലായി കഴിയുമ്പോഴേക്കും ഹൗസസ് കുറവാണെങ്കിൽ അതേ പാർപ്പിട പ്രതിസന്ധി തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കിടക്കാം. ഈ വാർത്തയുടെ അവസാനം നമ്മുടെ ഒരു പ്രധാന ഡോക്യുമെൻ്ററി ഉണ്ട്. ഇത് AI സംബന്ധിച്ചാണ്. നമ്മൾ AI ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നില്ലായിരുന്നു. പല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് അവസാനം വരെ കേൾക്കുക. വെതർ അപ്ഡേറ്റ്സ് നോക്കിക്കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു 3 ഡിഗ്രി മുതൽ 9 ഡിഗ്രിയൊക്കെ വരെയാണ്. കഴിഞ്ഞ ആഴ്ച ഹാലോവീൻ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫോൾ സീസണിലാണ് ഇപ്പോഴും കാനഡ. മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടില്ല. മഞ്ഞ് പെയ്യുന്നത് ആൽബർട്ടയിലൊക്കെ മഞ്ഞ് പെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പല യൂട്യൂബേഴ്സിൽ നിന്നൊക്കെ കാണാൻ സാധിച്ചു. എവിടെയെങ്കിലുമൊക്കെ മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഒരു പ്രധാന അപ്ഡേറ്റ്, സ്നോബേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുകാലത്ത് കാനഡയിൽ നിന്നും
US പോയി താമസിക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടുള്ള യാത്ര ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, US പല ഇഷ്യൂസും, അതായത് അവിടെ ചെന്ന ശേഷം ഉള്ള ചിലവുകൾ കൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെയുള്ള കാരണങ്ങൾ ആയിരിക്കാം അവർ അത് വേണ്ട എന്ന് വച്ചിരിക്കുന്നത്. അതിൽ ഒരു നല്ല ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നവംബർ 11 റിമംബറൻസ് ഡേ ആണ്. റിമംബറൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ ആഘോഷിക്കുന്ന കാര്യമാണിത്. ആചരിക്കുന്ന കാര്യമാണിത്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സോൾജിയേഴ്സിനെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. 5 മുതൽ 11 വരെ ആളുകളൊക്കെ പോപ്പി പുഷ്പം അത് ഷർട്ടിലോ അല്ലെങ്കിൽ ജാക്കറ്റിലോ ഒക്കെ കുത്തി അവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കും അതിൽ പങ്കുചേരാം. 2019 മുതൽ കാനഡയിൽ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പലരെയും കാണാറുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത്, ഞങ്ങൾ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ സ്റ്റുഡൻസായിട്ട് വന്നിട്ടുള്ളവരുണ്ട്, PR വന്നിട്ടുള്ളവരുണ്ട്. വളരെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഫുൾ ടൈം ജോലി അവിടെ ലഭിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ബെനഫിറ്റ്സ് അവിടെയുണ്ട് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും ഒരു ആമസോണിൻ്റെ വെയർഹൗസ് ഉണ്ട്. ആ വെയർഹൗസ് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ മുന്നോട്ട് വരുമ്പോഴേക്കും യുവത തലമുറയ്ക്കൊക്കെ ജോലി കിട്ടാനുള്ളൊരു അവസരമാണല്ലോ. ആ ആമസോണിൻ്റെ അടുത്തുള്ള ടിം ഹോർട്ടനിലോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പലരെയും കാണാറുണ്ടായിരുന്നു, ഞങ്ങൾ ആമസോണിൽ ജോലി ചെയ്യുന്നവരാണെന്ന് അവർ പറയുന്നുമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ആമസോണിൽ ജോലി ചെയ്യുന്നവരെ ആരെയും കാണുന്നില്ല. എന്നാൽ ആമസോണിൻ്റെ പാക്കറ്റുകൾ എല്ലാ ദിവസങ്ങളും വീട്ടിലെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കൺസ്ട്രക്ഷൻസ് അവിടെ നടക്കുന്നുമുണ്ട്. പാർക്കിങ്ങിലൊക്കെയാണ് അധികം കാറുകളൊന്നും കാണുന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ആമസോണിൻ്റെ US ഓഫീസിൽ നിന്നും 14,000 പേരെ പിരിച്ചുവിട്ടു. ഈ 14,000 പേരുടെ ജോലി അത് വെയർഹൗസിൽ നിന്നല്ല, കോർപ്പറേറ്റ് ജോലികൾ തന്നെയാണ് പോയിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതോടൊപ്പം തന്നെ HR മാർക്കറ്റിംഗ്, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും ജോലികൾ നഷ്ടമായി. ഈ കഴിഞ്ഞ ദിവസം CBC റേഡിയോയുടെ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതിൽ കുറേ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2018 മുതൽ ആമസോണിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു CBC റിപ്പോർട്ടറാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ സമയങ്ങളിലൊക്കെ ആമസോണിൽ ഇവർ പല റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ചെല്ലുമ്പോഴേക്കും അവിടെ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ 22 കഴിഞ്ഞ ശേഷം അവിടെ റോബോട്ടിക് ആംസ് ആണ് പാക്കിങ്, അതോടൊപ്പം തന്നെ സോർട്ടിങ്, ലോഡിങ്, അൺലോഡിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആമസോണിൻ്റെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന, അതായത് ലീക്കായ ഒരു രേഖയിൽ പറയുന്നത്, ഏകദേശം 25% ഹ്യൂമൻ വർക്കേഴ്സേ മുന്നോട്ട് വർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. 75% ജോലികളും റോബോട്ട്സും അല്ലെങ്കിൽ AI സംവിധാനങ്ങളിൽ കൂടിയുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് കമ്പനി പറഞ്ഞു വന്നിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു പൂർണ്ണമായ വിവരമല്ലാതെ ഒരു ലീക്ഡ് റിപ്പോർട്ട് കിട്ടിയതിൽ നിന്ന് CBC റേഡിയോയും ന്യൂയോർക്ക് ടൈംസും ഒക്കെ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അവർ പറയുന്നത് കോബോട്ട്സ് എന്നാണ് പറയുന്നത്, AI എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ യന്ത്രത്തിന് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഹ്യൂമൻസ് ഉണ്ടാവും. നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും ഈ വെയർഹൗസുകളിലൊക്കെ ചെയ്യുന്നത് റോബോട്ടുകളായിരിക്കും. ഈ സംവിധാനം തന്നെ മറ്റ് ഭീമന്മാരും, അതായത് വാൾമാർട്ട്, ഐക്കിയ, ഇവരൊക്കെ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും അവരുടെ ലോങ് ഹോൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചരക്ക് നീക്കം, ലോജിസ്റ്റിക്സ്, അത് വലിയ ട്രക്കുകളിലാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ പരീക്ഷണ ഓട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെയും ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ട്രക്കിംഗ് മേഖല താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ചരക്ക് നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻസിൻ്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു US സെനറ്റർ ഇക്കാര്യത്തെപ്പറ്റി കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂസും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യന്ത്രവൽക്കരണമാണ്. ഒരു കാലത്ത് നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ US പോയി പല കമ്പനികളും സൃഷ്ടിച്ചു. അതായത് കമ്പനികളെ വളരാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ അവർക്ക് വർക്കുകളൊന്നും ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
അവിടെ ഉള്ളവർ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കുറച്ച് മുമ്പ് വാർത്തയിൽ പറഞ്ഞ കാര്യത്തിലും അത് തന്നെയാണ്. H1B വിസയിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നു. നിരവധി ആളുകളെ അവിടുന്ന് പുറത്താക്കാനാണ് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ളവർക്കും ഉള്ള ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം AI പവേർഡ് ആയിട്ടുള്ള റോബോട്ട്സും കോബോട്ട്സും ഒക്കെ ആയിരിക്കും ഇനി ഭാവിയിൽ ജോലി ചെയ്യാൻ പോകുന്നത്. അടുത്ത മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ എന്താണിപ്പോൾ? നമ്മൾ അവിടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ChatGPTയുടെ സോറ പുറത്ത് വിട്ടിട്ടുള്ള ആപ്പ്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫുള്ളി AI ക്രിയേഷൻസ് ആണ്. അതായത് കാണാൻ നല്ല രസമാണ്. നമുക്ക് അതിൻ്റെ അത് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് AI ആണോ അല്ലെങ്കിൽ മനുഷ്യനാണോ എന്നുള്ളത്. അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അത് എല്ലാ ക്രിയേഷൻസും AI തന്നെയാണ്. അത് നിങ്ങൾക്ക് നാട്ടിൽ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ആയിട്ടുണ്ടാവില്ല. ഇവിടെ നിരവധി ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന AI ക്രിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്ന്. എന്നാൽ ഫലത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്യൂബക്കിൽ ആമസോണിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴേക്കും അവിടെ യൂണിയൻസ് ഉണ്ട്. ഇപ്പോൾ പോസ്റ്റൽ വർക്കേഴ്സിൻ്റെ യൂണിയൻസ് ഉണ്ട്, ആമസോണിൽ വർക്ക് ചെയ്യുന്നവരുടെ യൂണിയൻ ഉണ്ട്. അവരുടെ വേജിന് വേണ്ടി, ബെനിഫിറ്റ്സിന് വേണ്ടിയൊക്കെ അവർ സ്ട്രൈക്ക് ചെയ്തു. ആ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആമസോൺ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയർഹൗസ് അവരങ്ങ് പൂട്ടി. ഏകദേശം 1500 പേരുടെ ജോലി അവിടുന്ന് അപ്രത്യക്ഷമായി. ഇനി അവർ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുമായിരിക്കും, അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവത്തില്ല, പകരം യന്ത്രങ്ങളായിരിക്കും ജോലി ചെയ്യുന്നത്. ഇങ്ങനെ പല മേഖലയിലും ഇപ്പോൾ ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, സംരംഭങ്ങൾ തുടങ്ങുക. ഇനി ജോലി സൃഷ്ടിക്കുന്ന സംരംഭകർക്കായിരിക്കില്ല മുൻതൂക്കം, പിന്നെന്തിനായിരിക്കും മുൻതൂക്കം? അത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കുറിക്കാം. അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് AGI ആണ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അതേപ്പറ്റി നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ വായിക്കുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ജസ്റ്റ് പങ്ക് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കുറവുകൾ ഉണ്ടാകാം തീർച്ചയായിട്ടും, അത് നിങ്ങൾക്കിവിടെ ചൂണ്ടിക്കാട്ടാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും ഇവിടെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.